ജൂലൈ മാസം മലയാളികൾക്ക് നഷ്ടങ്ങളുടെ സമയമാണ്. രണ്ടു നേതാക്കന്മാരാണ് ജൂലൈ മാസത്തിൽ മലയാളികൾക്ക് നഷ്ടപ്പെട്ടത്. 2023 ഉമ്മൻചാണ്ടി സാറും 2025 VS അച്യുതാനന്ദൻ അവറുകളും. രണ്ടുപേരും ജനകീയരായിരുന്നു, ജനനായകന്മാരുമായിരുന്നു. ഇതിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണം അപ്രതീക്ഷിതമായിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ VSൻ്റെ മരണം 102 വയസ്സുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒഴിവാക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കേണ്ടതായി വരും. രണ്ടുപേരും പരമ്പരാഗത സാമ്പ്രദായിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിരുന്നു. പുതിയ തലമുറയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളും ശൈലികളും അവർ ശീലിച്ചിരുന്നില്ല. ഫാൻസ് അസോസിയേഷനുകളോ സൈബർ സൈന്യമോ അവർക്കുണ്ടായിരുന്നില്ല. PR വർക്കിൻ്റെയും ഇവന്റ് മാനേജ്മെൻറ്റ് ടീമിൻ്റെയും പിന്തുണയില്ലാതെയാണ് അവർ ജനങ്ങളുടെ നേതാക്കന്മാരായി വർത്തിച്ചത്. തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി അവർ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ സഹായം തേടിയില്ല. എങ്കിലും അവർ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ നേതാക്കന്മാരുടെ പട്ടികയിൽ പെടുന്നവരാണ്. തിരുവനന്തപുരത്തു നിന്ന് അവരുടെ ജന്മനാട്ടിലേക്ക് അന്ത്യവിശ്രമത്തിനു വേണ്ടി എത്തുന്നതിന് 25 മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ടി വന്നു. തിരുവനന്തപുരത്തു നിന്ന് ആലപ്പുഴയിലേക്കും പുതുപ്പള്ളിയിലേക്കും ഏതാണ്ട് ഒരേ ദൂരമാണ്. മുഖ്യമന്ത്രി പദവിയിലൊക്കെ കഴിയുന്നവർക്ക് 3 മണിക്കൂറിൽ താഴെ സമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരാം. എന്നാൽ അന്ത്യയാത്രയ്ക്ക് ദിവസങ്ങൾ വേണ്ടി വന്നത് ജനങ്ങൾ അവരെ അത്രയധികം സ്നേഹിച്ചിരുന്നുവെന്നുള്ളത് കൊണ്ടാണ്. ഈ രണ്ട് നേതാക്കന്മാരും തമ്മിൽ സമാനതകളെക്കാളേറെ വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത്. രണ്ടുപേരുടെയും കൊടിയുടെ നിറവും പാർട്ടിയുടെ ചിഹ്നവും വ്യത്യസ്തങ്ങളായിരുന്നു. വ്യത്യസ്തങ്ങളായ പ്രത്യയശാസ്ത്രങ്ങളെ പ്രതിനിധീകരിച്ചവരായിരുന്നു അവർ. ഉമ്മൻചാണ്ടി സാറ് പൊതുവെ ശാന്തനും സൗമ്യനുമായിരുന്നു. വിട്ടുവീഴ്ചയും കാരുണ്യവും എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള മനസ്സും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് എല്ലാവരും ഓർമ്മിക്കുന്നു. എന്നാൽ VS അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശൈലി വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം പട്ടാളക്കാരനായിരുന്നില്ലെങ്കിലും പട്ടാള ചിട്ടയോടെ ജീവിച്ച വ്യക്തിയാണ്. നിലപാടുകളിൽ കാർക്കശ്യം പുലർത്തിയ ആളാണ്. ഇരുവരും തന്ത്രശാലികളായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എങ്കിലും OC എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഉമ്മൻചാണ്ടി കാരുണ്യത്തിൻ്റെയും സമവായത്തിൻ്റെയും പക്ഷത്തു നിൽക്കുവാൻ ആഗ്രഹിച്ചയാളാണ്. VS ആകട്ടെ കർക്കശമായ നിലപാടുകളാണ് സ്വീകരിച്ചു പോന്നത്. ഈ രണ്ട് നിലപാടുകളെയും ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം. പരിസ്ഥിതിയെക്കുറിച്ച്, കർഷകരെ സംബന്ധിച്ച്, ഭൂമി കയ്യേറ്റത്തെക്കുറിച്ചൊക്കെ VS എടുത്ത നിലപാടുകളോട് അണികൾ വലിയ താല്പര്യത്തോടെയാണ് ചേർന്നു നിന്നത്. അദ്ദേഹത്തിലൊരു രക്ഷകനെ സാധാരണ ജനങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് അടിസ്ഥാനം. ഈ രണ്ടു പേരുടെയും ജീവിതം പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് ഏത് പ്രത്യയശാസ്ത്രത്തെ പിന്തുടരുന്നു എന്നുള്ളതല്ല, എങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ വർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നതാണ്. പൊതുജീവിതത്തിൽ രണ്ടുപേരും അഴിമതി രഹിതരായി ജീവിച്ചവരാണ്. രണ്ടുപേരും ലളിത ജീവിതമാണ് നയിച്ചത്. രണ്ട് നേതാക്കന്മാർക്കും ജനങ്ങൾ ആവേശമായിരുന്നു. രണ്ടുപേരും രണ്ട് വിധത്തിൽ ജനങ്ങളെ ആവേശം കൊള്ളിച്ചവരാണ്. രണ്ടുപേരും ജനങ്ങളെ സ്നേഹിച്ചു, ജനങ്ങൾ അതിലധികം അവരെ സ്നേഹിച്ചു. അതിൻ്റെ തെളിവാണ് മനുഷ്യമതിലിന് നടുവിലൂടെ അവരുടെ അന്ത്യയാത്ര. വലിയ നേതാക്കന്മാർക്ക് മരണമില്ല എന്നാണ് അണികൾ മുദ്രാവാക്യങ്ങളിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. നേതാക്കന്മാർ മൺമറഞ്ഞു പോയാലും ജീവിച്ചിരിക്കുന്ന അണികളിലൂടെ അവർ ഈ ലോകത്തിൽ സംസാരിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുമെന്ന് ജനങ്ങൾ മുദ്രാവാക്യങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തി. ഈ രണ്ട് നേതാക്കന്മാരും കേരളത്തിന് പാഠപുസ്തകമാണ്. അവരുടെ വേർപാടിൽ ഒത്തുചേർന്ന ജനസാഗരമാണ് അതിന് സാക്ഷി. കൈവഴികളായി വന്ന് പുഴകളായി വളർന്ന് നദികളായി ഒഴുകി
സമുദ്രമായി വ്യാപിച്ച ജനസഞ്ചയമാണ് ഈ നേതാക്കന്മാരുടെ യഥാർത്ഥ അവസ്ഥ വ്യക്തമാക്കുന്നത്.